ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കളേഴ്സിൻ്റെ ഈ ഒരു മോഡൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ബ്ലാക്ക് തന്നെയാണ് ഞാൻ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഞാൻ നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ ലെങ്ത്തും ഞാനിവിടെ മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് നമ്മൾ വരച്ചില്ലേ, ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് നെക്കാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. 4 ഇഞ്ച് അരയിഞ്ചൊന്നും അധികം കൂട്ടിയില്ല. കറക്റ്റ് വരച്ച നെക്കിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. കട്ട് ബീഡ്സ് ഓരോന്ന് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ 3-4 കട്ട് ബീഡ്സ് ഒന്നിച്ച് കോത്തെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അതാണ് നല്ലത്. കുറച്ചിങ്ങനെ വളഞ്ഞിട്ടൊക്കെ വരുന്നത്. ഇപ്പോൾ നെക്ക് നമുക്കിങ്ങനെ വളയുന്നുണ്ട്, യു ഷേപ്പല്ലേ വരുന്നത്. അങ്ങനെ വളയുമ്പോൾ ഒക്കെ ഓരോന്ന് ബാക്ക് സ്റ്റിച്ച് വീതം ചെയ്യുന്നത് കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടല് കേട്ടോ. ഇതുപോലെ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ 3 ലെയറാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു ലെയർ ചെയ്യുക, അതിനോട് ചേർന്നിട്ട് ആദ്യം ഒരു ലെയറും കൂടി ചെയ്യുന്നുണ്ട്. പിന്നീട് മൂന്നാമതൊരു ലെയർ, അങ്ങനെ 3 ലെയർ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനോട് ചേർന്നിട്ട് ഞാൻ ഇങ്ങനെ പ്ലസ് പോയിൻ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. പ്ലസ് ഇല്ലേ, നമ്മൾ സാധാരണ പ്ലസ് ഇല്ല, അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1 ഇഞ്ച് വീതിക്ക് വിട്ടിട്ടാണ്. അത് ഒരു പ്ലസ് കഴിഞ്ഞിട്ട് അടുത്ത പ്ലസ് നമ്മൾ വരക്കുമ്പോൾ 1 ഇഞ്ച് സ്പേസിലാണ് നമ്മൾ ഓരോ പ്ലസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ അത് ഓരോരോ ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലസ് പോയിൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ പ്ലസിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് വലിയ ആൻറ്റിക്കിൻ്റെ ബീഡ്സാണ് ഞാൻ ഫുൾ എടുക്കുന്നത്. കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും അതുപോലെ കുറച്ച് വലിയൊരു സൈസ് ബീഡ്സ് ഉണ്ട്, അതൊക്കെ ആൻറ്റിക്കിൻ്റെതാണ് എടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ കുറച്ച് വലിയ സൈസ് ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 2 സ്റ്റിച്ച് വീതം കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ടുള്ള ആ സ്ട്രെയിറ്റ് ലൈനില്ലേ, അവിടെ നമ്മൾ കട്ട് ബീഡ്സ് കൊടുക്കുന്നത് 4 കട്ട് ബീഡ്സാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ സൈഡിലേക്കും താഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിലേക്കും കട്ട് ബീഡ്സ് തന്നെയാണ് കൊടുക്കുന്നത്. 4 കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്ലസ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിന് 2 സെൻറ്ററിലായിട്ട് ഇതുപോലെ സൂചി കുത്തിയിട്ട് ഞാൻ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 എണ്ണമാണ് ഇട്ട് എടുക്കുന്നത്. 3 ഇട്ടിട്ട് ഇതുപോലെ താഴ്ത്തിയെടുക്കാം. അതുപോലെ നമ്മൾ 2 എണ്ണത്തിൻ്റെ ഗ്യാപ്പിന് നടുവിൽ ഇങ്ങനെ സൂചി കുത്തിയെടുത്തിട്ട് നമുക്കിങ്ങനെ സൈഡിലോട്ട് 3 ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മൊത്തം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എല്ലാ പ്ലസ്സും ഇതുപോലെയാണ്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ 2 ഈ ഡിസൈൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിതുപോലെ സൂചിയിൽ 3 കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം. 3 കട്ട് ബീഡ്സ് ഇട്ട് കൊടുത്ത് താഴ്ത്തി കൊടുക്കാം. അതിന് ശേഷം നമുക്കതൊന്ന് ലോക്ക് ചെയ്തെടുക്കണം. അതായത് സെൻറ്ററിൽ നിന്ന് കുത്തിയിട്ട് 2 സൈഡിലേക്കായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാത്തിനും 2 ഡിസൈന് സെൻറ്ററിലായിട്ട് നമുക്ക് മുകൾ വശത്ത് ഇതുപോലെ തന്നെയാണ് ഫുള്ളായിട്ട് നമുക്ക് ഡിസൈൻ വേണ്ടത്.
അതുപോലെ തന്നെ താഴിലും ഞാൻ കുറച്ച് ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് 2 ഡിസൈൻ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫുള്ള് നമ്മൾ അതുപോലെയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളൊന്നും വരക്കാനില്ല. നമുക്ക് ചെയ്ത് പോകുമ്പോൾ തന്നെ മാർക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ വരക്കുന്നതെന്ന് കാണിക്കാതിരുന്നത്. അപ്പോൾ അടിവശത്ത് ഇതുപോലെ വലിയ സൈസ് ബീഡ്സ് ഒന്ന് 2 സ്റ്റിച്ച് വീതം ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വലിയ ബീഡ്സിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് ഒന്ന് റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 9 ഷുഗർ ബീഡ്സോളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. സൂചി ഒരു സൈഡിൽ നിന്ന് മുകളിലോട്ട് എടുത്തിട്ട് 9 എണ്ണം നമ്മൾ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ റൗണ്ടിൽ വെച്ച് നോക്കുക. എത്ര വേണ്ടത് അത് നോക്കുക കേട്ടോ. എനിക്ക് 9 എണ്ണമാണ് വേണ്ടി വന്നത്. അപ്പോൾ റൗണ്ടിലൊന്ന് വെച്ചിട്ട് താഴ്ത്തി കൊടുക്കാം. പിന്നെ ഇടയിലൊന്ന് ലോക്കും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ താഴത്തേക്ക് നമുക്കൊരു 3 ലെയർ ഷുഗർ ബീഡ്സ് കൊടുക്കാം. അതിൻ്റെ സൂചി അവിടെ അറ്റത്തേന് കുത്തിയെടുത്തിട്ട് ഒരു 3 ഷുഗർ ബീഡ്സ് ഇട്ടിട്ട് താഴ്ത്തി കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് അതിന് 2 സൈഡിലും കട്ട് ബീഡ്സ് ഒന്ന് ചെരിച്ച് കൊടുക്കാം. അതായത് ചെരിച്ച് സൂചി സ്ട്രെയിറ്റ് അറ്റത്തേന് കുത്തിയെടുത്തിട്ട് താഴത്തേക്കൊന്ന് ചെരിച്ചിട്ട് വേണം 2 സൈഡിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ബീഡ്സ് എടുക്കുന്ന 4 കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത മുകളിൽ ചെയ്തില്ല 3 ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ്റെ അപ്പുറത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ആ ഒരു 3 ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഡിസൈനും കൂടി ചെയ്തെടുക്കാനുണ്ട്. ഈ താഴ്വശത്തേക്ക് കുറേ ഉണ്ടല്ലോ വർക്കും കാര്യങ്ങൾ, അതൊന്നും ചെയ്യുന്നില്ല. നെക്കിൽ മാത്രമേ നമ്മൾ ചെയ്തെടുക്കുന്നുള്ളൂ. താഴത്തേക്കുള്ള കുഞ്ഞു ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നെക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.